കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 736. സൂറത്തുൽ മുഅ്മിനൂൻ വചനങ്ങൾ 118, 23. മുഅ്മിനൂൻ സത്യവിശ്വാസികൾ മക്കയിൽ അവതരിച്ചത്. 75, 76, 77 വചനങ്ങൾ മദനിയാണെന്ന് അഭിപ്രായമുണ്ട്. മുഅ്മിനുകൾ അഥവാ സത്യവിശ്വാസികളുടെ ചില ഗുണങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. പേജ് നമ്പർ 1118. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേരിൽ. ആയത്തുകൾ 1 മുതൽ 22 വരെ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحمة ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون ولقد خلقنا فوقكم 7 طرائق وما كنا عن الخلق غافلين وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون فأنشأنا لكم به جنات من نخيل وأعناب لكم فيها فواكه كثيرة ومنها تأكلون وشجرة تخرج من طور سيناء تنبت بالدهن وصبغ للآكلين وإن لكم في الأنعام لعبرة نسقيكم مما في بطونها ولكم فيها منافع كثيرة ومنها تأكلون وعليها وعلى الفلك تحملون. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 737. സൂറത്ത് അൽ മുഅ്മിനൂൻ ആയത്ത് 1. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. വിശ്വാസികൾ വിജയം വരിച്ചിരിക്കുന്നു. പേജ് നമ്പർ 1188. സത്യം ശരിക്കും മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യലാണ് വിശ്വാസം. വിഷയം അറിയുക എന്നതല്ല വിശ്വാസം. അറിഞ്ഞതിന് ശേഷം അത് അംഗീകരിക്കണം. അംഗീകരിച്ചാൽ ജീവിതത്തിൽ പ്രതിഫലിക്കുകയും വേണം. അപ്പോഴേ ശരിയായ വിശ്വാസമാവുകയുള്ളൂ. സത്യം അറിഞ്ഞിട്ട് അംഗീകരിക്കാതിരിക്കൽ ധിക്കാരവും നിഷേധവുമാണ്. ഈ സ്വഭാവം സർവനാശത്തിനും കാരണമാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് നാം ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ഉണ്ടായി? നമ്മുടെ മാതാക്കളുടെ വയറുകളിൽ നിന്ന് നാം ഈ ഭൂമിയിൽ വന്നിറങ്ങി. ആരാണിതിൻ്റെ കർത്താവ്? മാതാവല്ലെന്ന് തീർച്ച, പിതാവുമല്ല.
പിന്നെ ഈ ലോകത്ത് ആരുമല്ല. അദൃശ്യനായ ഒരുവൻ നമ്മെ സൃഷ്ടിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നു. അവനെപ്പറ്റി അറിയണം, അവനുമായി നല്ല നിലയിൽ ബന്ധപ്പെടണം, അവൻ ഉദ്ദേശിക്കുന്നത് നടക്കും. അതുകൊണ്ട് അവൻ്റെ സ്നേഹവും അടുപ്പവും മുഖേനയല്ലാതെ യാതൊരു രക്ഷയുമില്ല. ലോകാരംഭം മുതൽ അതിൻ്റെ മാർഗം അവൻ തെളിയിച്ചിട്ടുണ്ട്. വിനയപൂർവ്വം ആ മാർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് വിജയമുണ്ട്. ധിക്കരിക്കുന്നവരുടെ കാര്യം മഹാകഷ്ടം തന്നെ. ആയത്ത് 2. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ് ഇവർ. നമസ്കരിച്ചാൽ മാത്രം പോരാ, നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടായിരിക്കണം. അടങ്ങി ഒതുങ്ങി ആത്മാർത്ഥമായി താഴ്മയോടെ നമസ്കരിക്കണം. സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കുക. ചൊല്ലുന്നതിൻ്റെ അർത്ഥം ആലോചിക്കുക. ലോകരക്ഷിതാവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധമുണ്ടായിരിക്കുക. ഇനി അടുത്ത നമസ്കാരത്തിന് താൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന ചിന്ത വിടാതിരിക്കുക. ഇതൊക്കെ നമസ്കാരത്തിൽ ഭയഭക്തി കൈവരുത്താനുതകുന്ന മാർഗങ്ങളാണ്. അങ്ങനെയുള്ളവരാണ് വിജയികൾ. ആയത്ത് 3. വല്ലദീനഹും അനിൽ ലഗ്വി മുഗ്രിദൂൻ. അനാവശ്യത്തിൽ നിന്ന് പിന്തിരിയുന്നവരുമായവർ. ഉപയോഗശൂന്യമായ കാര്യങ്ങളിൽ ഇടപെടാതെ സമയവും സൗകര്യങ്ങളും ഫലപ്രദമായ നിലയിൽ ഉപയോഗിക്കുന്നവർ. ഇന്ന് കാര്യം കളിയായും കളി കാര്യമായും അനാവശ്യം ആവശ്യമായും വഴിപിടച്ച വിനോദങ്ങൾ കലകളായും മാറിയിരിക്കുന്നു. മനുഷ്യൻ്റെ സമയവും സൗകര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ദൈവാനുഗ്രഹങ്ങളാണ്. അത് നല്ല നിലയിൽ, അതായത് തനിക്കും മറ്റുള്ളവർക്കും ഈ ലോകത്തിലേക്കും പരലോകത്തിലേക്കും ഗുണകരമായ നിലയിൽ ഉപയോഗിക്കുകയാണ് വേണ്ടത്. വ്യത്യാസം ചെയ്യൽ മഹാനഷ്ടമാണ്. അള്ളാഹുവിനോടുള്ള നന്ദികേടുമാണ്, ബുദ്ധികേടുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യൻ അവന് ആവശ്യമായി വരാത്ത കാര്യം ഉപേക്ഷിക്കുന്നത് അവൻ്റെ ഇസ്ലാം നന്നാകുന്നതിൻ്റെ ലക്ഷണമാകുന്നു. തിർമുദി 2487, പേജ് നമ്പർ 1189, ആയത്ത് 4. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. സകാത്ത് എന്ന വിശുദ്ധ കർമ്മം ചെയ്യുന്നവരുമായവർ. ധനം അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഒരു പരീക്ഷണവുമാണ്. ധനികൻ തൻ്റെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ആവശ്യത്തിന് ചെലവഴിക്കേണ്ടതാണ്. ഒരു നിശ്ചിത അളവുണ്ടായാൽ നിശ്ചിത വിഹിതം സക്കാത്തായി കൊടുക്കണമെന്ന് ധനത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനായ അള്ളാഹു വിധിച്ചിട്ടുണ്ട്. ആ മുറപ്രകാരം അത് ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. കൃഷി, കച്ചവടം തുടങ്ങിയ വരുമാനങ്ങൾക്കെല്ലാം സക്കാത്ത് കൊടുക്കണം. നമസ്കരിക്കുന്നവർ പോലും സക്കാത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധരാണെന്ന് കാണാം. കൂടുതൽ വിവരങ്ങൾ സൂറത്ത് തൗബയിൽ 60, 103 ആയത്തുകളുടെ വ്യാഖ്യാനം വന്നിട്ടുണ്ട്. ആയത്ത് 5. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരുമായ വിശ്വാസികൾ വിജയിച്ചു. നിയമാനുസൃതം വിവാഹം ചെയ്ത ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധമേ ഇസ്ലാം അംഗീകരിക്കുന്നുള്ളൂ. ആയത്ത് 6. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും. അവരുടെ ഭാര്യമാരുമായും അവരുടെ വലങ്കൈകൾ ഉടമയാക്കിയവരും ഒഴികെ. വലങ്കൈകൾ ഉടമയാക്കിയവർ എന്ന് പറഞ്ഞത് അടിമകളെ പറ്റിയാണ്. അപ്പോൾ അടിമ സ്ത്രീകളുമായി സമ്പർക്കം പുലർത്തുവാൻ അള്ളാഹു അനുവദിച്ചു എന്ന് സാരം. വിവാഹം ചെയ്ത ഭാര്യമാരുമായുള്ള സമ്പർക്കം അള്ളാഹു അനുവദിച്ചതുപോലെ ഇസ്ലാമിൽ അടിമത്തം എങ്ങനെയുണ്ടായി എന്നത് വലിയൊരു പ്രശ്നമാണല്ലോ. ചുരുക്കി പറയാം, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ വന്നിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, മറ്റാരെയും ആരാധിക്കരുതെന്ന് പ്രബോധനം ചെയ്തു. അതിൻ്റെ ആവശ്യവും ഗുണവും മറുവശത്തെ ദോഷവും വിശദീകരിച്ചു കൊടുത്തു. വളരെ ചുരുക്കം ചിലർ ശ്രദ്ധിച്ചു കേട്ട് ഉപദേശം സ്വീകരിച്ചു. മഹാഭൂരിപക്ഷം എതിർത്തു. ഈ പ്രബോധനം ഒരു കൊലക്കുറ്റമായി കണക്കാക്കി പ്രബോധകരെയും പ്രബോധനം സ്വീകരിച്ചവരെയും കൊല്ലാനൊരുങ്ങുകയും നാട് കടത്തുകയും ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചുകൊള്ളുക, ഞങ്ങളുടെ റബ്ബിൻ്റെ കൽപ്പന പ്രകാരം ജീവിച്ചുകൊള്ളട്ടെ, പരസ്പരം സ്വാതന്ത്ര്യം അനുവദിക്കാമെന്ന് പ്രവാചകന്മാർ പറഞ്ഞു. ദുർജനം സമ്മതിച്ചില്ല. നിങ്ങളെ ഞങ്ങൾ നാട് കടത്തും, അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് നിങ്ങൾ മടങ്ങണം എന്നാണ് ദുഷ്ടന്മാർ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണല്ലോ, എവിടെയെങ്കിലും പോയി അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കും എന്ന് പറഞ്ഞ് പ്രവാചകന്മാരും വിശ്വാസികളും നാടുവിട്ടു. ശത്രുക്കൾ അവിടെയും ചെന്ന് ഈ പാവങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പകരം വീട്ടിക്കൊള്ളുവാൻ അള്ളാഹു അനുവദിച്ചു. ആ പകരം വീട്ടിൽ യുദ്ധത്തിൽ കലാശിച്ചു. യുദ്ധത്തിനിറങ്ങേണ്ടി വന്നപ്പോൾ നമ്മൾ എണ്ണം കുറവാണല്ലോ, ആയുധങ്ങളും ഇല്ലല്ലോ, മറുപക്ഷമാണെങ്കിൽ എല്ലാറ്റിലും മികച്ചവരാണല്ലോ എന്നാലോചിച്ച് മടിച്ചു നിന്നു. അപ്പോൾ നിങ്ങൾ ഇറങ്ങിക്കൊള്ളുക, ഞാൻ നിങ്ങളെ സഹായിച്ചു കൊള്ളാം എന്ന് അള്ളാഹു അറിയിച്ചു. അങ്ങനെ ഈ ബലഹീനമായ ന്യൂനപക്ഷം അള്ളാഹുവിൻ്റെ സഹായത്താൽ വിജയിച്ചു. ജയിച്ച കക്ഷി തോറ്റ കക്ഷിയെ പിടിച്ചുകെട്ടി അടിമയാക്കിക്കൊള്ളുക എന്ന് അള്ളാഹു അനുവദിച്ചു. ഈ ദുഷ്ടന്മാരെ മര്യാദ പഠിപ്പിക്കുവാനും നാട്ടിൽ സമാധാനമുണ്ടാകുവാനും വേറെ മാർഗമില്ല. ഇങ്ങനെയാണ് അടിമത്വം അനുവദിക്കപ്പെട്ടത്. യജമാനന്മാർ ദയാപൂർവം ഇടപെട്ടതിൻ്റെ ഫലമായി ഈ അടിമകൾ അടിമത്തത്തിൽ സന്തോഷിക്കുന്നവരായി മാറി. ഇത് അനുഭവ യാഥാർത്ഥ്യമാണ്. ഈ നിയമം കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിയമമാണ്. ചരിത്രം അതിന് സാക്ഷിയാണ്. അടിമകളും യജമാനന്മാർക്ക് കീഴടങ്ങൽ ബാധ്യതയാണ്. അതായത് ഇവിടെ
ഉമർ മൗലവി ഇങ്ങനെയാണ് ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ അടിമത്ത സമ്പ്രദായം നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് തന്നെ അടിമത്ത സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അലം. പിന്നെ ഇതിൽ പെട്ടതല്ല, ഞാൻ ഇതൊന്ന് വിശദീകരിക്കുകയാണ്. അടിമത്വം ഇസ്ലാം നിരുത്സാഹപ്പെടുത്താൻ ചെയ്തിട്ടുള്ളത്. കാരണം ഇഖ്വാനുക്കും ഹവലുക്കും, അടിമകൾ നിങ്ങളുടെ സഹോദരന്മാരാണ്, അതേപോലെ അവർക്ക് പ്രയാസമുള്ള ജോലി അവരെ ഏൽപ്പിക്കരുത്, അവർക്ക് പ്രയാസമുള്ള ജോലി അവരെ ചെയ്യിക്കുന്നെങ്കിൽ അവരോടൊപ്പം നിങ്ങളും അവരെ സഹായിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു അടിമ സമ്പ്രദായം മാത്രമാണ് ഇസ്ലാം അംഗീകരിച്ചത്. മാത്രമല്ല അത് നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്നതാണ് സമൂഹത്തിൽ പല സമൂഹങ്ങളിലും. അപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന രൂപത്തിൽ ഉള്ള അടിമത്ത വ്യവസ്ഥ നിരാകരിച്ചുകൊണ്ട് കുറെ കൂടി ദയാവായ്പയോടുകൂടി, ഇപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞതുപോലെ ഇവിടെ ദയാപൂർവം ഇടപെട്ടതിൻ്റെ ഫലമായെന്ന് കാണാനോ, അങ്ങനെ വളരെ ദയാപൂർവമായ സമീപനമാണ് ഇസ്ലാം സ്വീകരിച്ചത്. മാത്രമല്ല അടിമ വിമോചനം എന്നത് ഇസ്ലാമിലൊരു പുണ്യകർമ്മമായി നിശ്ചയിക്കുകയും ചെയ്തു. പല കാര്യങ്ങൾക്കും കഫാറത്ത് ദണ്ഡമായിട്ട് ഇസ്ലാമിൽ അടിമ വിമോചനം അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചത് എനിക്ക് മനസ്സിലായത് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ആളുകളെ അടിമകളാക്കുന്ന വിഷയമാണ്. ശത്രുക്കളുമായി പ്രതിരോധം എന്ന നിലയിൽ ആണല്ലോ യുദ്ധം അനുവദിക്കുന്നത്. ഇസ്ലാം മുസ്ലിങ്ങൾ നേരിട്ട് ആദ്യമേ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയല്ല. ശത്രുക്കൾ ഇസ്ലാമിക രാഷ്ട്രത്തെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ആക്രമിക്കുമ്പോൾ ഏതൊരു ആധുനിക സമൂഹവും ആധുനിക രാഷ്ട്രവും അംഗീകരിക്കുന്നത് പോലെ തന്നെ തിരിച്ച് പ്രത്യാക്രമണം നടത്താനുള്ള ബാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നവർ അവരെ അടിമകളാക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ സൂചിപ്പിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. അതല്ലാതെ മൊത്തത്തിലുള്ള അടിമത്ത വ്യവസ്ഥ ഇസ്ലാമാണ് ആദ്യം കൊണ്ടുവന്നത് എന്ന അർത്ഥത്തിലല്ല ഇത് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അലം. തുടരുകയാണ്. അള്ളാഹു അനുവദനീയമാക്കിയ ഈ അടിമവേല ഷിർക്കാണെന്ന് ഇപ്പോൾ ഒരു കൂട്ടർ വാദിക്കുന്നു. ഇബാദത്തിന് അടിമവേല എന്ന അർത്ഥം വെച്ചിട്ട് അള്ളാഹു അല്ലാത്തവർക്ക് അടിമവേല ചെയ്യാൻ ഷിർക്കാണെന്ന് അള്ളാഹുവിൻ്റെ മേൽ ചുമത്തി പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ഇസ്ലാമിൽ അടിമത്തം അനുവദിച്ചതിനെപ്പറ്റി അപകർഷതാബോധം വെച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. അവർ വസ്തുതകളുടെ നേരെ കണ്ണടച്ചതാണ് കാരണം. ഇസ്ലാമിൽ അടിമത്തം ഇല്ലെന്ന് വാദിക്കുകയും അടിമത്തത്തെക്കുറിച്ച് ഖുർആനിൽ വന്നിട്ടുള്ള വചനങ്ങൾ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്ത എഴുത്തുകാരനാണ് കേരളത്തിൽ അറിയപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാവായ CN മൗലവി. വലം കൈകൾ ഉടമയാക്കി എന്ന് പറയാൻ കാരണമെന്ത്? ഇടം കൈകൾക്ക് ഉടമസ്ഥതയില്ലെന്നോ എന്ന് പരിഹാസപൂർവ്വം അദ്ദേഹം ചോദിക്കുന്നു. ഉടമസ്ഥത എന്ന ഒരു കാര്യവും തന്നെ ഇവിടെയില്ലെന്ന് അദ്ദേഹം വാദിക്കുകയും ചെയ്യുന്നു. ഉടമസ്ഥരുടെ പ്രയോഗം ഉടമസ്ഥ എന്ന പ്രയോഗം ഒരു കാര്യം തന്നെ ഇവിടെ ഇല്ലെന്ന് അദ്ദേഹം വാദിക്കുകയും ചെയ്യുന്നു. ഉടമസ്ഥതയുടെ പ്രയോഗം ഇവിടെ വന്നത് കേവലം ആലങ്കാരികം മാത്രമാണ്, യാഥാർത്ഥ്യം ഇല്ല എന്ന് അദ്ദേഹം തുറന്ന് പറയുന്നു. ഇമാം സമഖ്ശരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. സമഖ്ശരി മുഅ്തസിലിയാണ്. ഞാനതൊന്ന് പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ കശ്ശാഫിൽ അതില്ല. പരിശുദ്ധ ഖുർആനിൽ ഈ പ്രയോഗം ദശക്കണക്കിന് ആയത്തുകളിൽ വന്നിട്ടുണ്ട്. ഒരിടത്തും സമഖ്ശരി ഇത് പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ അടിമത്തം അനുവദിച്ചതിനെപ്പറ്റി CN മൗലവി എതിർപ്പ് രേഖപ്പെടുത്തിയതുപോലെ സമഖ്ശരി ഒരിക്കലും എതിർത്തിട്ടില്ല. പിന്നെ എവിടെയാണ് സമഖ്ശരി ഇത് പറഞ്ഞതെന്ന് ഞാൻ വളരെ തെരഞ്ഞു. അസാസുൽ ബലാഗയിൽ വമിനൽ മജാനി മലക്കത്ത് യമീനുഹു എന്ന് കണ്ടു. വമിനൽ മജാസി എന്നായിരിക്കും, മജാസി എന്നാണ് കാണുന്നത്. അവിടെ വലങ്കൈ ഉടമയാക്കി എന്നതിൽ വലങ്കൈയിനെ കർത്താവാക്കി എന്ന് പറഞ്ഞത് ആലങ്കാരികമാണെന്ന് സാരം. അതെ, മജാസ് എന്നാണ്. മജാസ് എന്നല്ല, ആലങ്കാരികം. ഉടമയാക്കുക എന്ന് പറഞ്ഞതിൽ ആലങ്കാരികത്വമില്ല. ഇതെല്ലാവരും പറഞ്ഞ വിഷയമാണ്. ചുരുക്കത്തിൽ മതചരിത്രത്തിൽ അതിപുരാതന കാലം മുതൽ അള്ളാഹു അനുവദിക്കുകയും പ്രവാചകന്മാർ മാതൃക കാണിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് അടിമ സ്ത്രീകളോട് ഭാര്യമാരോടെന്ന പോലെ സമ്പർക്കം പുലർത്തൽ. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പിന്നെ ഇവിടെ ഇസ്ലാമിൽ പുതുതായിട്ട് കൊണ്ടുവന്നതല്ല അടിമത്ത വ്യവസ്ഥ. നേരത്തെ തന്നെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഗതി ആണ്. അതിനെ തീർത്തും മാനുഷികമായ രൂപത്തിലാക്കുകയും അടിമ വിമോചനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി കൈക്കൊള്ളുകയും ചെയ്യുകയാണ് ഇസ്ലാം ചെയ്തത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിയുടെ മാതാവ് ഹാജറ അടിമ സ്ത്രീയായിരുന്നു. ഉമ്മു ഇസ്മായിലിൻ്റെ മാതാവ് എന്ന് പ്രയോഗമാണ്
എന്ന പ്രയോഗമാണ് എല്ലാ തഫ്സീറുകളിലും ഉള്ളത്. ഇബ്രാഹിമിൻ്റെ പത്നി എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാരിയത്തി എന്ന അടിമ സ്ത്രീയിൽ നിന്നും ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ചതും ചരിത്ര യാഥാർത്ഥ്യമാണ്. സ്വഹാബികളിൽ പലരും അടിമകളും പലരും അടിമകളുടെ ഉടമകളുമായിരുന്നു. ഈ വിധം തെളിഞ്ഞു കിടക്കുന്ന വിഷയത്തെ മാറ്റിമറിക്കുന്നത് ഒരുതരം അപകർഷതാബോധത്തിൽ നിന്നുണ്ടായതാണ്. അടിമ സ്ത്രീയിൽ കുട്ടി ജനിച്ചാൽ അതോടെ ആ അടിമ സ്ത്രീ അടിമയല്ലാതായി മാറുന്നു. ഉമ്മുൽ വലത്, കുട്ടിയുടെ ഉമ്മ എന്ന സ്ഥാനമാണ് കിട്ടുക. മലക്കത്ത് ഐമാനുഹും എന്നതിന് നിങ്ങളുടെ നിയന്ത്രണത്തിൽ കീഴിലുള്ളവരെന്ന് അർത്ഥം പറയുകയും വേലക്കാരും തൊഴിലാളികളുമാണെന്ന് വാദിക്കുകയും ചെയ്തു. ഭാര്യമാരിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നും വാദിക്കുകയും ചെയ്തു. അബദ്ധങ്ങളാണ് ഇതൊക്കെ. യുദ്ധത്തിൽ തടവിലാക്കപ്പെടുന്നവരെ പല അക്രമങ്ങളും കഠിനമായ പീഡനങ്ങളും ഏൽപ്പിക്കുന്ന സ്വഭാവമുണ്ട്. അംഗഭംഗം വരുത്തുക, ഇടുങ്ങിയ തടവിൽ ദീർഘകാലം വിട്ട് പീഡിപ്പിക്കുക, കൊല്ലുക, ഇങ്ങനെ പലതും. എന്നാൽ ഇവിടെ ഇസ്ലാമിൻ്റെ നിർദ്ദേശം അവരെ അടിമയാക്കി ജീവിക്കാൻ അനുവദിക്കുക എന്നതാണ്. മാന്യമായ താമസവും ഭക്ഷണവും വസ്ത്രവും നൽകി സഹോദരന്മാരെ പോലെ പെരുമാറണം, പക്ഷെ അടിമയായിരിക്കും എന്ന് മാത്രം. അടിമത്ത മോചനം വലിയ പുണ്യമുള്ള കർമ്മമാണ്. പല പാപങ്ങൾക്കും പ്രായശ്ചിത്തമായി അടിമയെ സ്വതന്ത്രനാക്കൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ പെട്ടെന്ന് നമ്മൾ അടിമത്വം എന്ന് പറയുമ്പോൾ നമുക്ക് ആഫ്രിക്കയിലൊക്കെ നമ്മൾ ചരിത്രത്തിൽ കേട്ട് പരിചയമുള്ള ആ ഒരു അടിമത്തം ഇസ്ലാം അംഗീകരിച്ചു എന്ന് തോന്നിപ്പോകും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇതിൻ്റെ അവസാന ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അടിമകളോട് സഹോദരന്മാരെ പോലെ പെരുമാറണം. അതാണ് ഇഖ്വാനുക്കും ഖബലുക്കും എന്ന് പറഞ്ഞത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ പല പാപങ്ങൾക്കും പ്രായശ്ചിത്തമായിട്ട് അടിമയെ സ്വതന്ത്രനാക്കുക എന്ന പ്രവൃത്തി നിശ്ചയിച്ചതായിട്ടും കാണാം. ഫഇന്നഹും ഗൈറു മലൂമീൻ, നിശ്ചയമായും അവർ ആക്ഷേപാർഹരല്ലാത്തവരാകുന്നു. ഭാര്യമാരുമായും വെള്ളാട്ടി അഥവാ അടിമ സ്ത്രീകളുമായും ലൈംഗിക ബന്ധം പുലർത്തുന്നവർ നിർദോഷികളാകുന്നു. അവരെ ആക്ഷേപിക്കാൻ പാടില്ല. അപ്പോൾ നിലവിൽ നമുക്ക് ഇവിടെ അടിമ വ്യവസ്ഥ എന്നത് ലോകത്ത് ഇല്ല. അപ്പോൾ അടിമയല്ലാത്ത ഒരാളെ നമുക്ക് ഇനി ആർക്കും ഒരാൾക്ക് അടിമയാക്കാനും വകുപ്പില്ല എന്നതുകൂടി ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കി. പേജ് നമ്പർ 1191. എന്നാൽ അതിനപ്പുറം ആരെങ്കിലും ആഗ്രഹിക്കുന്ന പക്ഷം, ആയത്ത് 7, അവർ തന്നെയാണ് അതിക്രമികൾ. ഭാര്യയായി ഒരുത്തിയും അതിൻ്റെ പുറത്ത് അനേക ബന്ധങ്ങളുമാണ് ആധുനിക യുഗത്തിൽ കാണുന്നത്. സെക്രട്ടറി, ഗേൾഫ്രണ്ട്, കോൾ ഗേൾ, കൂട്ടുകാരി, ഇങ്ങനെ വിവിധ പേരുകളിൽ വഴിപിഴച്ച ലൈംഗിക ബന്ധങ്ങൾ അനവധിയാണ്. ലൈംഗിക അരാജകത്വത്തിൻ്റെ ദുരന്ത ഫലങ്ങളാണ് മാരകമായ ലൈംഗിക രോഗങ്ങൾ. മൃഗങ്ങൾക്ക് ലൈംഗിക രോഗങ്ങളില്ല എന്ന യാഥാർത്ഥ്യം മനുഷ്യന് നേർവഴിക്ക് നടക്കാൻ പ്രേരിപ്പിക്കേണ്ടതാണ്. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 738, സൂറത്തു അൽ മുഅ്മിനൂൻ ആയത്ത് 8, പേജ് നമ്പർ 1191. വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ, തങ്ങളുടെ അമാനത്തുകളും കരാറുകളും പാലിക്കുന്നവരുമായവർ. അമാനത്ത് എന്ന് വെച്ചാൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വസ്തുക്കളും വിഷയങ്ങളുമാണ്. ഏൽപ്പിച്ച സാധനങ്ങൾ ശരിക്ക് സൂക്ഷിക്കുകയും ഉടമസ്ഥൻ ചോദിക്കുമ്പോൾ മടക്കിക്കൊടുക്കുകയും ചെയ്യണം. പുറത്തു പറയരുതെന്ന നിലക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും പരസ്യപ്പെടുത്താതിരിക്കുകയും വേണം. രഹസ്യ കാര്യങ്ങളും അങ്ങനെ തന്നെ. ആയത്ത് 9, വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ, തങ്ങളുടെ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നവരുമായ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അവരുടെ 8 വിശേഷണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ആദ്യത്തേതും അവസാനത്തേതും നമസ്കാരത്തെ സംബന്ധിച്ച് തന്നെയാണ്. നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും നീക്കുവെക്കുമില്ലെന്നും ഇവിടെ ഉണർത്തിയിരിക്കുന്നു. ആദ്യം പറഞ്ഞത് നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടായിരിക്കണമെന്നാണ്. നമസ്കരിച്ചാൽ പോരാ, നമസ്കാരത്തിൽ ഭക്തി വേണം. അതുകൊണ്ട് മാത്രമേ പ്രയോജനമുള്ളൂ. നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ മുതൽക്ക് അവസാനം വരെ ഓതുന്ന വാചകങ്ങളുടെ സാരം മനസ്സിലാക്കി ഓരോ വചനവും മനസ്സറിഞ്ഞ് ചൊല്ലുകയും അതാത് വചനങ്ങൾക്കനുസരിച്ച് ഭക്തിയും പ്രാർത്ഥനയും ബോധവും മനസ്സിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ, അതായത് ഉച്ചാരണത്തിൽ വാക്കുകൾ മാറി മാറി വരുന്നതിനനുസരിച്ച് മനസ്സിൽ ആശയങ്ങൾ മാറി വരണം. അതാണ് നമസ്കാരത്തിൻ്റെ ഭക്തി. ഓരോ നമസ്കാരത്തിൻ്റെയും സമയം തെറ്റിപ്പോകാതെ, കർമ്മങ്ങളിൽ വീഴ്ച വന്നു പോകാതെ സൂക്ഷ്മത പുലർത്തുക. ഇതിനു പുറമെ ഇടക്ക് പറഞ്ഞ 6 വിഷയങ്ങളും കർമ്മരംഗത്ത് നിർവഹിക്കുന്നവർ തീർച്ചയായും മഹത്തായ വിജയം നേടിവരാകുന്നു. കർമ്മങ്ങളിൽ വീഴ്ച വന്നാലും ഈമാനുണ്ടായാൽ മതി സ്വർഗം കിട്ടുമെന്ന് വാദിക്കുന്നവരുണ്ട്. അവർക്ക് തെളിവിൻ്റെ പിൻബലമില്ല. പരലോക സ്വർഗത്തെപ്പറ്റിയും മറ്റും ഖുർആനിൽ പറഞ്ഞിട്ടുള്ളയിടത്ത്
നിങ്ങളുടെ കർമ്മഫലം എന്നാണ് പറഞ്ഞത്. ആയത്ത് 10 ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് അനന്തരാവകാശം എടുക്കുന്നവർ. ആയത്ത് 11 അല്ലദീന യരിസൂനൽ ഫിർദൗസ, ഫിർദൗസ് അനന്തരാവകാശം എടുക്കുന്നവരായ കൂട്ടർ അവരാകുന്നു. ഫിർദൗസ് സ്വർഗത്തിലെ ഉയർന്ന ഭാഗമാകുന്നു. പേജ് നമ്പർ 1192. ഹും ഫിഹാ ഖാലിദൂൻ, അവർ അതിൽ ശാശ്വതരാകുന്നു. ആയത്ത് 12 വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, നിശ്ചയമായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു. ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. മണ്ണിൻ്റെയും മനുഷ്യ ശരീരത്തിൻ്റെയും അടിസ്ഥാന ഘടകങ്ങൾ ഒന്നാണ്. മണ്ണിൽ നിന്നാണ് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഉദ്ഭവിക്കുന്നത്. ആയത്ത് 13 ثم جعلناه نطفة في قرار مكين, പിന്നെ അതിനെ നാം ഭദ്രമായ ഒരു ഉറച്ച സ്ഥലത്ത് ബീജമാക്കി വെച്ചു. ഒന്നാമത്തെ മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നീട് സന്താന പരമ്പരകളെ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ആ ബീജത്തെ ഗർഭാശയത്തിൽ സൂക്ഷിച്ചു. ആയത്ത് 14 ثم خلقنا النطفة علقة, പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി. فخلقنا العلقة مضغة, അങ്ങനെ ആ ഭ്രൂണത്തെ നാം ഒരു മാംസകഷ്ണമാക്കി മാറ്റി. മുദ്അത്ത് ചവച്ചരക്കപ്പെട്ടത്, ചർവിത മാംസം എന്നൊക്കെയാണ് അർത്ഥം. ഗർഭസ്ഥ ശിശുവിൻ്റെ പ്രഥമഘട്ടങ്ങളിൽ ഒന്ന് അത്തരത്തിലുള്ള അവസ്ഥയാണ്. ഫഖലഖനൽ മുദ്അത ഉളാമ, പിന്നെ ആ മാംസക്കട്ടയെ നാം അസ്ഥികൂടമായി സൃഷ്ടിച്ചു. ഫകസൗനൽ ഉളാമ റഹ്മ, അങ്ങനെ ആ അസ്ഥികൂടത്തെ നാം മാംസം കൊണ്ട് പൊതിഞ്ഞു. ثم أنشأناه خلقا آخر, പിന്നെ അതിനെ മറ്റൊരു സൃഷ്ടിയായി നാം വളർത്തിയെടുത്തു. ഫതബാരകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അങ്ങനെ അതിനാൽ അല്ലാഹ് ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ കൃത്യമായ വളർച്ചയെപ്പറ്റിയും മറ്റും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രമാണ് ലോകം മനസ്സിലാക്കുന്നത്. ഇവിടെ ഖുർആൻ പറഞ്ഞ ഓരോ അവസ്ഥയും വിവിധ ഘട്ടങ്ങളാണ്. 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ ആ സത്യം ശരിയാണെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ആയത്തുകൾ കണ്ട് പഠിച്ച് ഖുർആന്റെ അനുയായികളായി തീർന്നവർ എത്രയോ ഉണ്ട്. പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ഡവും സംയോജിപ്പിച്ചാണ് ഭ്രൂണമായി തീരുന്നത്. ഒരു പുരുഷൻ ഒരു തവണ 200 കോടിയോളം ബീജങ്ങളാണ് സ്രവിക്കുന്നത്. 1 മില്ലിമീറ്റർ ശുക്ലത്തിൽ 20 കോടി മുതൽ 80 കോടി വരെ ബീജങ്ങളുണ്ടായിരിക്കും. 2 കോടിയിൽ കുറവാണ് ബീജസംഖ്യയെങ്കിൽ ബീജസങ്കലനം ഉണ്ടാകില്ല. ആണ്ഡവുമായി ഒരു ബീജമാണ് സംയോജിക്കുന്നത്. ബീജസംഖ്യ കുറഞ്ഞാൽ സങ്കലനം നടക്കാത്തത് എന്തുകൊണ്ട് എന്ന് ഇതുവരെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരീരമുണ്ടാക്കുന്ന ഏറ്റവും ചെറിയ കോശങ്ങളായ പുരുഷ ബീജത്തിന് തല, കഴുത്ത്, വാൽ എന്നീ ഭാഗങ്ങളുണ്ട്. വാലിളക്കി മുന്നോട്ട് പോയി തല മാത്രമാണ് സങ്കലനത്തിൽ പങ്കെടുക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ നശിക്കും. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ കോശമാണ് സ്ത്രീയുടെ അണ്ഡം. പേജ് നമ്പർ 1193. 1 ഇഞ്ചിൻ്റെ 200-1 വലുപ്പം. ഗോളാകൃതിയിലുള്ള അണ്ഡത്തിന് ജനിതക വസ്തുക്കൾ ഉൾക്കൊള്ളുന്ന ന്യൂക്ലിയസ് ഉണ്ട്. ഭ്രൂണ വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ അണ്ഡത്തിലുണ്ട്. അണ്ഡവാഹിനിക്കുഴലിലെത്തുന്ന 100 കണക്കിന് ബീജങ്ങളിൽ ലക്ഷണമൊത്ത ഒന്ന് മാത്രമാണ് അണ്ഡവുമായി സംയോജിക്കുന്നത്. ബീജസങ്കലനം കഴിഞ്ഞ അണ്ഡം സിക്താണ്ഡവും അത് വളർന്ന് ഭ്രൂണവും ആയിത്തീരുന്നു. ബീജസങ്കലനം നടന്ന ശേഷം ഭ്രൂണം പതുക്കെ ഗർഭാശയത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. 4-ാം ദിവസം ഗർഭാശയത്തിലെത്തും. 7-ാം ദിവസം ഗർഭാശയ ഭിത്തിയിൽ തുളച്ചു കയറി പറ്റിപ്പിടിച്ചിരിക്കും. ഖുർആനിൽ അലഖ്, പറ്റിപ്പിടിച്ചത്, തൂങ്ങിക്കിടക്കുന്നത് എന്ന പ്രയോഗം ഈ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. 8 സെന്റിമീറ്റർ വലിപ്പമുണ്ടായിരുന്ന ഗർഭപാത്രം പ്രസവമെടുക്കുമ്പോൾ 30 സെന്റിമീറ്റർ ആയിരിക്കും. 30 സെന്റിമീറ്റർ ആയിരിക്കും. ഭ്രൂണത്തിൻ്റെ വളർച്ച ദ്രുതഗതിയിലാണ്. ശരീരത്തിൽ മറ്റൊന്നും ഇങ്ങനെ വളരുന്നില്ല. ഒരൊറ്റ കോശത്തിൽ നിന്ന് 9 മാസം കൊണ്ട് 2000 കോടി കോശങ്ങൾ ഉണ്ടാകുന്നു. 27 ദിവസം കഴിഞ്ഞ ഭ്രൂണം ചവച്ചു തുപ്പിയ മാംസകഷ്ണം പോലെയായിരിക്കും. മുദ്അത്ത് എന്ന് ഖുർആൻ പറഞ്ഞത് അതാണ്. 5 ആഴ്ച കഴിഞ്ഞാൽ അതിൽ നിന്ന് എല്ലുകൾ ഉണ്ടാകാൻ ആരംഭിക്കും. ഈ അസ്ഥികളിൽ നിന്ന് മാംസപേശികൾ പൊതിയുമ്പോൾ ശിശുവിൻ്റെ രൂപമുണ്ടാകും. ഗർഭസ്ഥ ശിശു ആവശ്യമുള്ള ഭക്ഷണം, ജലം, ഓക്സിജൻ തുടങ്ങിയവയെല്ലാം മാതാവിൻ്റെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. മാതൃശരീരത്തിൽ നിന്ന് ഓക്സിജനും പോഷണവും അടങ്ങിയ രക്തം സിരയിലൂടെ ഭ്രൂണ ശരീരത്തിലേക്കും വിസർജ്യ വസ്തുക്കൾ അടങ്ങിയ രക്തം ധമനികളിലൂടെ ഭ്രൂണത്തിൽ നിന്ന് മറുപിള്ളയിലേക്കും ഒഴുകുന്നു. ഭ്രൂണത്തിൻ്റെ
മധ്യത്തിൽ അവസാനിക്കുന്ന പൊക്കിൾ കൊടി ജനനശേഷം അനാവശ്യമാകിയാൽ പറഞ്ഞു പോവുകയും അവിടെ പൊക്കിൾ അവശേഷിക്കുകയും ചെയ്യും. ആവശ്യമില്ലാത്ത വസ്തുക്കളെ ഭ്രൂണ ശരീരത്തിലേക്ക് കടത്തിവിടാതെ തടുക്കുന്ന ഒരു അരിപ്പിയായി മറുവിള്ള വർത്തിക്കുന്നു. ബീജസങ്കലനം കഴിഞ്ഞ് 265 ദിവസം കഴിയുമ്പോൾ ഭ്രൂണം പൂർണ്ണ വളർച്ചയെത്തി കുഞ്ഞിനെ പ്രസവിക്കുന്നു. ഗർഭാശയം സങ്കോചിച്ചാണ് പ്രസവം നടക്കുന്നത്. ഇത് സങ്കോചിക്കാൻ കാരണമെന്തെന്ന് ഇപ്പോഴും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. വിസ്മയിപ്പിക്കുന്ന ഈ ഘട്ടങ്ങൾക്ക് ശേഷം ഓരോ കുഞ്ഞും ഭൂമിയിൽ പിറന്നു വീഴുന്നു. അതായത് ഗർഭാശയം സങ്കോചിക്കാൻ കോൺട്രാക്ഷൻ അതിന് ചില ഹോർമോണുകൾ, ഓക്സിറ്റോസിൻ പോലുള്ള ചില ഹോർമോണുകളുണ്ടല്ലോ, അത് ശരീരത്തിൽ തന്നെ ഉണ്ട്. കൂടാതെ ആശുപത്രികളിലൊക്കെ അത് എക്സ്ട്രാ ആയിട്ട് കുത്തിവെക്കും. ആയത്ത് 15 പിന്നെ നിശ്ചയമായും നിങ്ങൾ അതിനുശേഷം മരിച്ചു പോകുന്നവരുമാകുന്നു. മരിച്ചു പോകുമെന്ന കാര്യം എല്ലാവർക്കും അങ്ങേയറ്റം ബോധ്യപ്പെട്ടതാണ്. പക്ഷേ മനുഷ്യരുടെ നടപടികൾ നോക്കിയാൽ മരിക്കുകയില്ലെന്ന് ഉറപ്പ് കിട്ടിയതുപോലെയാണ് പലരുടെയും നീക്കം. അതുകൊണ്ട് ആ സംഗതി അള്ളാഹു കാര്യമായി എടുത്തു പറയുന്നു. ആയത്ത് 16 പിന്നെ നിങ്ങൾ നിശ്ചയമായും അന്ത്യനാളിൽ പുനർജീവിപ്പിക്കപ്പെടുന്നതാകുന്നു. ഇപ്പോൾ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത എത്ര തെളിഞ്ഞ പരമാർത്ഥം! അതുപോലെ മരണാനന്തരം നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുമെന്ന വസ്തുതയും ഉറപ്പിച്ചുകൊള്ളുക. എന്നാൽ ചില ആളുകൾ ഇങ്ങനെ ഒന്നില്ലെന്ന് പറയുന്നുണ്ടല്ലോ. അവരാരും അത് അറിഞ്ഞു പറയുന്നതല്ല, അവർ അവരുടെ ആഗ്രഹം പറഞ്ഞതാണ്. ഇല്ലാതെയാവട്ടെ എന്നവർ ആഗ്രഹിച്ചു. പക്ഷേ ഒരു കാര്യം അവർ അറിയണം, അവരുടെ ആഗ്രഹമനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കുന്നത്. മനുഷ്യനെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവൻ പറയുന്നു, രണ്ടാമതും ജീവിപ്പിച്ച് കൃത്യമായ വിചാരണ നീതിപൂർവം നടത്തി രക്ഷാശിക്ഷകൾ വിധിക്കുമെന്ന്. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 739, സൂറത്തുൽ മുഅ്മിനൂൻ ആയത്ത് 17. വലഖദ് ഖലഖനാ ഫൗഖകും സബ്അ തറായിഖ, നിങ്ങളുടെ മേലെ നാം 7 മാർഗങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. 7 ആകാശങ്ങളെപ്പറ്റിയാകാം ഈ പറഞ്ഞത്. ഇങ്ങനെ പറയാൻ കാരണമെന്ത് എന്ന് മനസ്സിലായിട്ടില്ല, അത് പിന്നീട് മനസ്സിലാകും. ആകാശത്തിലെ 7 പദങ്ങളാണ് ഉദ്ദേശ്യം എന്നു വ്യാഖ്യാനിച്ചവരും ഉണ്ട്. എല്ലാം അള്ളാഹുവിന് അറിയാം. പേജ് നമ്പർ 1194. വമാ കുന്നാ അനിൽ ഖൽഖി ഗാഫിലീൻ, സൃഷ്ടിപ്പിനെ പറ്റി നാം ഒരിക്കലും അശ്രദ്ധരായിട്ടില്ല. ആയത്ത് 18. ആകാശത്തിൽ നിന്ന് വെള്ളത്തെ ഒരു കണക്കനുസരിച്ച് നാം ഇറക്കി. ഓരോ തവണയും ഓരോ സ്ഥലത്തും എത്ര വെള്ളം എന്ന് കണക്കാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ആ കണക്കനുസരിച്ച് മഴ പെയ്യുന്നുമുണ്ട്. കാലാവസ്ഥാ നിരീക്ഷകർക്ക് ആ കണക്ക് കൃത്യമായി അറിയാൻ കഴിയില്ല. അങ്ങനെ നാം ആ വെള്ളം ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതാക്കി. നിശ്ചയമായും നാം ആ വെള്ളം കൊണ്ടുപോകുവാൻ അഥവാ വറ്റിച്ചു കളയുവാൻ ശക്തർ തന്നെയാകുന്നു. കുളത്തിലും കിണറ്റിലും തോട്ടിലും കായലിലും പുഴയിലും മഴവെള്ളം തടുത്തു നിർത്തുന്നു. അതെങ്ങനെ തന്നെ സ്ഥലം മാറ്റുവാനോ വറ്റിച്ചു കളയുവാനോ പൂർണ്ണ കഴിവുള്ളവനാണ് അള്ളാഹു. ഭൂമിക്കുള്ളിലും ധാരാളം ജലസമ്പത്തുണ്ട്. ഭൂഗർഭജലം മനുഷ്യർ ഇപ്പോൾ ഉപയോഗപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ആയത്ത് 19. അങ്ങനെ അതുമൂലം നിങ്ങൾക്ക് വേണ്ടി ഈത്തപ്പന തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും നാം ഉണ്ടാക്കുകയും ചെയ്തു. ലക്കും ഫിഹാ ഫവാകിഹു കസീറത്തുൻ, നിങ്ങൾക്കവയിൽ ധാരാളം പഴങ്ങളുണ്ട്. വമിൻഹാ തഅകുലൂൻ, അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ആയത്ത് 20. വശജറത്തുൻ തഖ്റുജു മിൻ തൂരി സൈനാ, സീനാ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഒരു വൃക്ഷത്തെയും തംബുതു ബിദ്ദുഹ്നി വസുബ്ഗിൽ ലിൽ അകിലീൻ, എണ്ണയും ഭക്ഷിക്കുന്നവർക്ക് കറിയുമായി അത് മുളച്ചു പൊന്തുന്നു. ആ വൃക്ഷത്തിൽ നിന്ന് ഒരു തരം എണ്ണ കിട്ടുന്നു. ആ എണ്ണ നിങ്ങൾക്ക് ദേഹത്തിൽ തേക്കുവാനും വിളക്ക് കത്തിക്കുവാനും മറ്റുമായി ഉപയോഗിക്കാം. റൊട്ടിയിൽ പുരട്ടിയും പൊരിക്കാനും കറിയിൽ ചേർത്തും മറ്റും ഭക്ഷണത്തിന് പോഷണമായും ഉപയോഗിക്കാം. ഒലീവ് വൃക്ഷമാണത്. സീനാ പർവ്വതത്തിൽ അത് ധാരാളമുണ്ട്. വെളിച്ചെണ്ണ പോലെ ഉപയോഗിക്കാവുന്ന ഒരെണ്ണയാണ് സെയ്ത്തെണ്ണ, ഒലീവെണ്ണ. ഒലീവ് കായയും അത്യന്തം പോഷണങ്ങളുള്ള വിശിഷ്ട ഭോജ്യമാണ്. ആയത്ത് 21. വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ, നിശ്ചയമായും നാൽക്കാലി മൃഗങ്ങളിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. നുസ്ഖിക്കും മിമ്മാ ഫീ ബുതൂനിഹ, അവയുടെ ഉദരങ്ങളിലുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് നാം കുടിക്കാൻ നൽകുന്നു. പാൽ ലഭിക്കുന്നു. അതിൽ നിന്ന് തൈര്, മോര്, നെയ്യ് ഇതെല്ലാം നിങ്ങൾക്ക് നാം നൽകുന്നു. വലക്കും ഫിഹാ മനാഫിഉ കസീറ, അവയിൽ നിന്ന്
അവയിൽ നിങ്ങൾക്ക് ധാരാളം പ്രയോജനങ്ങളുണ്ട്. രോമം, തോൽ, എല്ലി, ചാണകം, മൂത്രം ഇവയെല്ലാം പല രൂപത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു. കൃഷിയും കന്നുകാലി വളർത്തലും ഉപജീവന മാർഗമാണ്. അവയിൽ വമിൻഹാ തഅകുലൂൻ, അവയിൽ നിന്ന് നിങ്ങൾ തിന്നുകയും ചെയ്യുന്നു, അവയുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കുന്നു. വഅലൈഹാ വഅലൽ ഫുൽകി തുഹ്മലൂൻ, ആയത്ത് 22. അവയുടെ പുറത്തും കപ്പലിലും നിങ്ങൾ വഹിക്കപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളുടെ യാത്രയ്ക്ക് മൃഗങ്ങളെ സൗകര്യപ്പെടുത്തി തന്നതിന് പുറമെ കടലിൽ യാത്ര ചെയ്യുവാൻ കപ്പലുണ്ടാക്കി തരികയും ചെയ്തു. അനേക ലക്ഷം ജീവിവർഗങ്ങളിൽ സഞ്ചരിക്കാൻ വാഹനം ഉപയോഗിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. ഈ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾ ആവശ്യപ്പെടാതെ നിങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തി തന്നവനെപ്പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതുമെന്ന് അല്പം ആലോചിച്ചാൽ സ്വയം ബോധ്യപ്പെടുന്നതാണ്. എന്നാൽ മഹാഭൂരിപക്ഷം വഴിമാറിപ്പോയി. അവർക്ക് ഉത്ബോധനം നൽകുവാൻ പ്രബോധകന്മാരെ അയച്ചു. എന്നിട്ട് എന്താണ് ഉണ്ടായത്? മനുഷ്യരെ, നിങ്ങളുടെ കാര്യം മഹാത്ഭുതം തന്നെ, മഹാഖ്യതവും.